ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തു തുടങ്ങി. അപ്പോൾ ഇന്ന് ഒരു ലസ്സി ഉണ്ടാക്കാമെന്ന് കരുതി. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ലസ്സി അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. അപ്പോൾ പറിച്ചെടുത്തത് ഇതുപോലെ അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം മതിയാവും. 4 പേർക്ക് കഴിക്കാനുള്ളത് ധാരാളമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തവി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഒരു തവി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് തൈര്, നല്ല കട്ട തൈരായിരിക്കണം, പുളി കുറഞ്ഞത്. പുളി കൂടിയാൽ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ, ഇത്രയേ സാധനങ്ങളും വേണ്ടു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. കുടിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് സൂപ്പർ ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ലസ്സി.